ഹലോ, ഞാൻ നിങ്ങളുടെ കോട്ടയംകാരി മീനുവാണേ. ഞാൻ ജോലി ചെയ്യുന്നത് മാലിയിലാണ്. ഞാനൊരു വീഡിയോയ്ക്കകത്ത് മാലിയിലേക്ക് വരുന്ന നേഴ്സുമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല വശങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ ചില സാഹചര്യങ്ങളെക്കുറിച്ചുകൂടെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കണമെന്ന്. നേഴ്സുമാരുടെ കാര്യമാണെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇവിടെ നമ്മുടെ യാത്രകൾ മുഴുവനും കടലിൽക്കൂടാണ്. നമ്മുടെ നാട്ടിലെ പോലെ കാറോ ജീപ്പോ അങ്ങനെയുള്ള യാത്രകളൊന്നും നമുക്ക് ഈ മാലദ്വീപ്സിൻ്റെ ഐലൻഡുകളിൽ സാധിക്കത്തില്ല. യാത്രകൾ മൊത്തത്തിൽ കടലിനുള്ളിൽ കൂടെയുള്ള യാത്രകളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണെന്നറിയാമോ, നമ്മുടെ മാലിയിൽ മാത്രമാണ് ഏറ്റവും വലിയ എമർജൻസിക്കുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ രോഗികൾ പെട്ടെന്ന് സിക്കാവും. അപ്പം നമുക്ക് പെട്ടെന്ന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഐലൻഡുകളിൽ ലഭ്യമായി വരത്തില്ല. ആ സമയത്ത് ഏത് പാതിരാത്രിക്കും നമ്മൾ മണിക്കൂറുകൾ യാത്ര ചെയ്ത് കടലിൽ കൂടെ ഈ രോഗിയെ സുരക്ഷിതമായിട്ട് നമുക്ക് മാലിയിൽ എത്തിക്കേണ്ടി വരും. എന്നിട്ട് മാലി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അന്ന് തിരിച്ചു പോരാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളോട് ബോട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മളവിടെ ഹോട്ടലിൽ റൂം എടുത്ത് നിൽക്കേണ്ടി വരും. അതിൻ്റെ പൈസയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത് കാലാവസ്ഥയാണ്. രാവിലെ തൊട്ടൊരു 4 മണി വരെ പൊരിഞ്ഞ വെയിലായിരിക്കും. നമുക്ക് ഒരു നല്ല കുടയും സൺഗ്ലാസും ഇല്ലാതെ നമുക്ക് പകൽ സമയത്ത് ഇതിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. 4 മണി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ എപ്പോൾ വേണേലും കാലാവസ്ഥ ചേഞ്ച് ആകും. നോക്കി നിൽക്കാത്ത നേരത്ത് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായ നമ്മളൊക്കെ ചുഴലിക്കാറ്റുണ്ട്, അത് ഉണക്കത്തെ കാറ്റൊക്കെ വീശും. അങ്ങനത്തെ കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തൊരു വശം പറയാനാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ ഒത്തിരി നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാനോ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ പരിമിതമാണ്. നമുക്ക് ജീവിച്ചു പോകാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഒരു ആർഭാടം, അല്ലെങ്കിൽ എന്താ പറയുക, ആർഭാടമെന്നല്ല, ഒത്തിരി ചോയ്സുകൾ കുറവാണ് ഇവിടെ. ഞാൻ ജോലി ചെയ്യുന്ന ഐലൻഡിൽ ബ്യൂട്ടി പാർലറില്ല, ബാർബർ ഷോപ്പില്ല, തിയേറ്ററില്ല, അങ്ങനത്തെ കൊച്ചു കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാലി എന്ന് പറയുന്നതൊരു മുസ്ലിം അധിഷ്ഠിതമായ ഒരു ഐലൻഡാണ്. അപ്പോൾ അവിടുത്തെ വിശ്വാസങ്ങളും മുസ്ലിം അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളീയതയുടെ പല വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും നമുക്കിവിടെ പറ്റത്തില്ല. പിന്നെ ആഘോഷങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാം. വളരെ ചെറുതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ പിന്നെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് എല്ലാ കാര്യം പറഞ്ഞുപോയി വീഡിയോ തുറന്ന് വെച്ചപ്പോഴത്തേക്കും. പിന്നെ നേഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിൽ പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുക എന്ന് പറയുന്നത്, നമ്മളെ റിലീവിങ് ഡ്യൂട്ടിക്ക് വിടും. അതായത് ഏത് ഐലൻഡുകളിലാണോ സ്റ്റാഫ് ഷോർട്ടേജ് വരുന്നത്, ചിലപ്പം കുറച്ച് ടെമ്പററി ആയിട്ട് കുറച്ച് മാസത്തേക്കിനൊക്കെ പെട്ടെന്ന് നമ്മളോട് ഐലൻഡ് ചേഞ്ച് ചെയ്യാൻ പറയും. അന്നേരം ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളിങ്ങനെ ഷിഫ്റ്റ് ആകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടി വരും. അതായത് കുക്കർ, നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, മസാലകൾ. കാരണം ചില ഐലൻഡുകളിലൊന്നും ഇതൊന്നും കിട്ടാത്ത ഭയങ്കരമായ ഒട്ടും കിട്ടാൻ സാധ്യത വളരെ കുറവുണ്ട് അങ്ങനെ. പക്ഷേ നമുക്ക് താമസ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം അന്നേരം ഫ്രീ ആയിരിക്കും. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ചെയ്യുമായിരിക്കും. ഇതൊക്കെ നിങ്ങളെല്ലാം ഇങ്ങോട്ട് മാലിയിലേക്ക് വരുന്ന നേഴ്സുമാരൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണേ. പിന്നെ പറയുവാണെങ്കിൽ, ഏത് പാതിരാത്രിക്കും നമുക്ക് ഐലൻഡിൽ കൂടെ ഇറങ്ങി നടക്കാം. അതായത് സ്ത്രീകൾക്ക് നല്ല സുരക്ഷയാണ്. ഏത് രാത്രിക്കും സ്ത്രീകൾക്ക് ഐലൻഡിൽ കൂടെ നടന്നു പോകാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഒരു സ്ത്രീകളെ ചീത്തയായ രീതിയിൽ ഒന്നും, സ്ത്രീകൾക്ക് നല്ല സുരക്ഷയാണ്. അവർക്കൊരു അബദ്ധം വരാൻ ഇതുവരെ അങ്ങനെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വളരെ റെയറായിട്ട് വല്ലയിടത്തുമൊക്കെ സംഭവിച്ചാലേ ഉള്ളൂ. സ്ത്രീകൾക്ക് നല്ല സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സ്ഥലമാണ് മാലിയിലെ ഐലൻഡുകൾ എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യരൊക്കെ നല്ലതാണ്, ഭയങ്കര പൊളൈറ്റാണ്, ആരും റൂഡായിട്ട് സംസാരിക്കുമോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ. പിന്നെന്തപ്പാ, വേറെന്തൊക്കെയോ പറയണമെന്ന് ഓർത്താണ്. വീഡിയോ തുറന്ന് വെച്ചപ്പോഴത്തേക്കിനും ഞാനെല്ലാം പറഞ്ഞുപോയി. പിന്നെ അത്രയൊക്കെ ഉള്ളു പറയാൻ തോന്നുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ശരി, ടാറ്റാ, ലവ് യു ഓൾ. വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം. ആരും ഇത് കാണാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാന്നല്ല, വെറുതെ ഒരു ലൈക്കും, വെറുതെ ഒരു കമൻറ്റും, ചുമ്മാ ഒരു സബ്സ്ക്രൈബും ഒന്ന് തന്നേക്കണേ. ബൈ.